സോ അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ച് ലോകം മൊത്തം കാത്തിരുന്ന ഒരു മാച്ച്. അർജന്റീന പരാജയപ്പെടാൻ എല്ലാവരും കാത്തിരുന്ന ഒരു മാച്ച്. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചവർക്ക് എല്ലാവർക്കും നേരെ ഓപ്പോസിറ്റ് ഡിസിഷനാണ്. 3-1 എന്നുള്ളൊരു സ്കോറിന് അർജന്റീന അങ്ങോട്ട് വിജയിച്ചു. ബട്ട് ഇൻ ദിസ് മാച്ച് ആൾസോ ദർ ഈസ് എ കോൺട്രവേഴ്സി. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, ഈജിപ്ത് വേഴ്സസ് അർജന്റീന മാച്ചിൽ ഉണ്ടായിരുന്ന അത്രയധികം കോൺട്രവേഴ്സി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ ദിസ് മാച്ച് ആൾസോ ഹാവ് എ സ്മോൾ കോൺട്രവേഴ്സി. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നു. ഈ ഒരു മാച്ചിൻ്റെ റിവ്യൂയിലോട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് 72ാമത്തെ മിനിറ്റ് വരെ സ്വിറ്റ്സർലൻഡ് മോനെ പൊളി. അവർ കിഡിലും കളിയായിരുന്നു. അവരൊരു ഗോൾ കൺസിഡർ ചെയ്തു. 20ാമത്തെ മിനിറ്റിൽ മെക്കാലിസ്റ്ററിൻ്റെ ഒരു ഹെഡറിലൂടെ ഒരു ഗോൾ കൺസിഡർ ചെയ്തു. ബട്ട് സ്റ്റിൽ ദേ ആർ ഗോയിങ് വെരി വെൽ. എങ്ങനെ പറയാം, അവരുടെ കയ്യിലായിരുന്നു ഗെയിമിൻ്റെ കൺട്രോൾ മുഴുവൻ. ഓക്കെ, അർജന്റീന എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ പൊസഷൻ കയ്യിൽ വെച്ച് കളിക്കുന്ന ഒരു ബ്രില്യൻ ടീമാണ്. ഈ സീസണിൽ ഇതുവരെ അവർ പൊസഷൻ കൈവച്ച് വേൾഡ് കപ്പ് സീസണിൽ പൊസഷൻ കൈവച്ച് വളരെ 50-ന് താഴെ കുറവുള്ള ഇല്ല, അങ്ങനെ ഒരു മാച്ച് ഇല്ല. ഓക്കെ, പക്ഷേ ആ ഒരു അർജന്റീന 72ാമത്തെ മിനിറ്റ് വരെ ഹീറ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ മതി മാച്ചിൻ്റെ റിതത്തിൻ്റെ. സ്വിറ്റ്സർലൻഡ് വാസ് ഡൂയിങ് വെരി ഗ്രേറ്റ് ജോബ് വിത്ത് പൊസഷൻ ഒക്കെ മാത്രമല്ല മിഡ്ഫീൽഡിൽ അവർ അതിഭീകര കൺട്രോളിംഗ് ആയിരുന്നു. പരേഡസും പിന്നെ അതുപോലെ റോഡ്രിഗോ ഡീപ്പോളും നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ മിഡ്ഫീൽഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിന് നല്ല റിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരേഡസിന് തന്നെ ഫൗൾ വെച്ചതിന് ഫസ്റ്റ് ഹാഫിൽ എംബോളോക്ക് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടി. പക്ഷേ എംബോളോ വാസ് എ വെരി ക്രൂഷ്യൽ പ്ലെയർ. എംബോളോ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ നല്ലൊരു പ്ലെയറും കൂടിയാണ്. അത് കൂടാഞ്ഞിട്ട് അവിടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഒരാളാണ് എംബോളോ എന്ന് പറയുന്നത്. അത് മാച്ച് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ടത് മനസ്സിലാവും. മറ്റേ ലെഫ്റ്റ് വിങ്ങിൽ എന്തെങ്കിലും ദുവേ അങ്ങനെ എന്തൊരു പ്ലെയറാണ്. ദസരി ഇതും കേട്ടോ, വേറെ ഏതൊരു പ്ലെയറാണ്. ഇറ്റ്സ് എ കിഡിലും നല്ല പേസും നല്ല എജിലിറ്റി ഉള്ളൊരു ടൈപ്പ് ഓഫ് പ്ലെയറാണ് പുള്ളി എന്ന് പറയുന്നത്. ആ പുള്ളിക്ക് ഭയങ്കര ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് കൊടുക്കുന്നത് ഈ ഒരു എംബോളോ ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടും സെക്കൻഡ് ഹാഫിൽ പുള്ളി ഇറക്കിയത്. പക്ഷേ എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ വൺ മണ്ടത്തരം കാണിച്ചു, ലോക മണ്ടത്തരം. ഈ ഗോഡൻ സെക്കൻഡ് യെല്ലോ ഫോർ ഡൈവിങ്ങിനൊരു സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടി എന്നുള്ളതാണ് എംബോളോൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അവനെ എന്താ ചെയ്യുക? ആദ്യം ഞാൻ പറഞ്ഞു, ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. സ്വിറ്റ്സർലൻഡിൻ്റെ കയ്യിലായിരുന്നു ബോൾ പൊസഷൻ ഉണ്ടായിരുന്നത്. എംബോളോക്ക് ഒരു ബോൾ ഇട്ട് കൊടുക്കുന്നു. ആ ബോൾ ഇട്ട് കൊടുത്ത സമയത്ത് പരേഡസ് തൊട്ടപ്പുറത്തുണ്ട്. പരേഡസിനെ ഫൗൾ വെച്ചതിനാണ്. പരേഡസ് എംബോളോ ഒരു ചെറിയൊരു ബാറ്റിൽ അവിടെ നടക്കുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അതങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എംബോളോനെ സംബന്ധിച്ചിടത്തോളം പരേഡസിൻ്റെ യെല്ലോ കാർഡ് എങ്ങനെയെങ്കിലും മേടിച്ച് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പരേഡസിനെ വെച്ചത് കൊണ്ടാണല്ലോ എംബോളോക്ക് ഒരു യെല്ലോ കാർഡ് അവിടെ കിട്ടിയത്. അങ്ങനെ ആ ഒരു പേഴ്സണൽ ഈഗോ കാരണം ഈ ചങ്ങായി എന്ത് ചെയ്തു, പരേഡസ് തൊട്ടടുത്തുണ്ടല്ലോ, എന്നാൽ പിന്നെ അവൻ്റെ കാൽമേലൊന്ന് അടിച്ചിട്ടൊന്നും വീഴാം എന്നുള്ള രീതിയിൽ വീണു. ഓക്കെ, റഫറി ആദ്യം എന്ത് ചെയ്തു, ഫൗൾ വിളിച്ച് നേരെ പരേഡസിന് യെല്ലോ കാർഡും കൊടുത്തു. അവരുടെ തീർന്നു. ആ പരേഡസ് വെറുതെ ചോദിച്ചു, ആ വാറൊന്ന് പോയി ചെക്ക് ചെയ്തൂടെ? ഓക്കെ, എനിക്ക് അത് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല. ഓക്കെ, റഫറി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് എൻ്റെ ഒപ്പീനിയൻ പറയാം. റഫറി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പരേഡസ് അങ്ങനെ വന്നൊന്ന് അപ്പീൽ ചെയ്ത സമയത്ത് റഫറി വാറിൻ്റെ അങ്ങോട്ട് പോയിട്ട് നോക്കിയ സമയത്ത് ഇറ്റ്സ് എ പ്യൂർ ടൈമിങ്, ഇറ്റ്സ് എ സിമുലേഷൻ തന്നെയാണ്. അല്ലെന്ന് പറയുന്നില്ല, സിമുലേഷൻ ഈസ് എ പണിഷബിൾ ഒഫൻസും കൂടെയാണ്. ഒരു യെല്ലോ കാർഡിനുള്ള വകുപ്പുണ്ട് അവിടെ. ഓക്കെ, അങ്ങനെ ആ ഒരു സിമുലേഷൻ നടത്തി എന്ന് പറയുന്നു. അപ്പോൾ പരേഡസിൻ്റെ യെല്ലോ കാർഡ് ഡിക്ലൈൻ ചെയ്തു, അത് അവിടെ ഒഴിവാക്കി. അങ്ങനെ എന്നിട്ട് എംബോളോക്ക് ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നു. അപ്പോൾ പുള്ളി ഓൾറെഡി ഒരു യെല്ലോ ആയതുകൊണ്ട് സെക്കൻഡ് യെല്ലോ ആയി, റെഡായി പ്ലെയർ ഇറങ്ങിപ്പോയി. സ്വിറ്റ്സർലൻഡിൻ്റെ കളിയായിരുന്നു 72 മിനിറ്റ് വരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കളിയായിരുന്നത്. അവർ ആ ഒരു ഗോൾ മെക്കാലിസ്റ്റർ അടിച്ചതിൻ്റെ സെക്കൻഡ് ഗോൾ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ ഈക്വലൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അവർ ആ ഒരു റിതത്തിലോട്ട് വന്ന് ഇനി ഒരു 18 മിനിറ്റ് കളിച്ച് കഴിഞ്ഞാൽ അർജന്റീന പൊട്ടിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ മണ്ടൻ ഈ പരിപാടി കാണിച്ചത്, അവരുടെ പേഴ്സണൽ ഈഗോ കാരണം. അപ്പോൾ ഈ എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ അങ്ങനെ റെഡ് കാർഡ് കിട്ടി, അവൻ കരഞ്ഞിട്ടൊക്കെയാണ് പുള്ളി ഇറങ്ങിപ്പോയത്. ഓക്കെ, ഇനി അതവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഈ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഭയങ്കര ഇൻകൺസിസ്റ്റൻസ് ആണ്. ഓക്കെ, പല റഫറിമാരും പല രീതിയിലാണ് വാറിന് ഈ പരിപാടിനെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ഭയങ്കര ഇൻജസ്റ്റിസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പേഴ്സണലി തോന്നണം. ഈജിപ്ത് വേഴ്സസ് അർജന്റീന മാച്ചിൽ നമുക്കത് പേഴ്സണലി തോന്നി. നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും അവിടെയും ഒരു ഇൻജസ്റ്റിസ് നടന്നതുപോലെ നമുക്ക് തോന്നി. ജർമ്മനി വേഴ്സസ് പരാഗ്വേ മാച്ചിൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫൗൾ വരെ കൊടുക്കുന്നു. അതുകൊണ്ട് ഒരു ഗോൾ ഡിസലവ്, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഗോൾ ഡിസലവ് ചെയ്യുന്നു. അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് നടക്കുന്നു. ഓക്കെ, അങ്ങനെ വാർ എന്ന് പറയുന്നത് അങ്ങനെ മെയിൻ ആയിട്ടുള്ള പരിപാടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. മിഡിൽ ഓഫ് ദ പിച്ച്, ഗ്രൗണ്ടിൻ്റെ മിഡിൽ ഒരുത്തൻ ഡൈവ് ചെയ്തു എന്നും പറഞ്ഞ് വാർ ചെക്ക് ചെയ്യുന്നു. ഇവിടെ കഴിഞ്ഞ മാച്ചിൽ അർജന്റീനയുടെ കഴിഞ്ഞ ലാസ്റ്റ് മാച്ചിൽ ഓപ്പോസിറ്റ് ഒരു ഗോൾ നടന്ന് ടീമിൽ ഓൾമോസ്റ്റ് എല്ലാവരും പറയാണ് വാർ ചെക്ക് ചെയ്യാൻ. അതും എക്സ്ട്രാ മിനിറ്റിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഗോൾ. ആ ഓപ്പോസിറ്റ് ടീമിൽ എല്ലാവരും ഉണ്ട്, ആ വാർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഫൗൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, അതിന് പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ മതി എന്നൊക്കെ പറയുന്ന സാലൻ ടീം വന്ന് കെഞ്ചിയിട്ട് വാർ ചെക്ക് ചെയ്യാൻ പോലും റെഡിയല്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊന്നും വാർ ചെക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, പക്ഷെ മിഡിൽ ഡൈവിങ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം നിർബന്ധ.
ഈ സാധനം ഞാൻ പറയുന്നത് ഡിസിഷൻ അവിടെ റോങ് ആണോ അല്ല എന്നല്ല. ഓക്കെ, ഈ വാർ എടുക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശം. കഴിഞ്ഞ ലാസ്റ്റ് ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിൽ നോർവേൻ്റെ ഒരു ഗോൾ കിക്ക് ആ പാവം ഗോൾ കീപ്പർ അത് അടിച്ചു, മറ്റേ ക്യാമറൻ്റെ ലൈൻ കേബിളില്ലേ അതിമ തട്ടിയിട്ട് ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറിൻ്റെ കയ്യിൽ കിട്ടി. എന്നിട്ട് അവരത് അവിടെ ബെല്ലിംഗാം ഗോൾ അടിച്ചു. അപ്പോൾ റഫറിനോട് വാർ ചെക്ക് ചെയ്യാൻ പറഞ്ഞേ അതൊന്നും ചെക്ക് ചെയ്യാൻ പാടില്ല, അതൊക്കെ നിങ്ങൾ അതിമൊന്നും അടിക്കാൻ പാടില്ല, അങ്ങനത്തെ മൈൻഡ് സെറ്റ്. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ മുകളിലാണല്ലോ ഗോൾ കളിക്കുന്നിടത്താണല്ലോ ക്യാമറൻ്റെ വള്ളി അവിടെ കൊണ്ടുവന്ന് നോക്കൽ. എന്നിട്ട് അത് വാർ ചെക്ക് ചെയ്തില്ല, ഗോൾ കൊടുത്തു, ലിറ്ററലി ഗോൾ കൊടുത്തു. 2-1 സ്കോറിന് ഇംഗ്ലണ്ട് ജയിച്ചു. അവിടെ ഇംഗ്ലണ്ട് നല്ലൊരു കളിയാണ് അവിടെ കളിച്ചത്. പക്ഷേ അത്രയും സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല നമ്മൾ, ബട്ട് സ്റ്റിൽ എന്നാൽ അവിടെ നല്ല കളിയാണ് കളിച്ചത്. പക്ഷേ അവിടെ വാർ ചെക്ക് ചെയ്യാതെ ഇവിടെ ഒരു ഡൈവിൻ്റെ പേരിൽ ഒരു വാർ ചെക്ക് ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നത് ഇറ്റ്സ് എ കറക്റ്റ് ഡിസിഷൻ. അതൊന്നും അല്ലാതൊന്നും പറയുന്നത്. ഈ അർജന്റീനക്കാർ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇനി ആ ഒരു റെഡ് കാർഡുമ്പോൾ കയറി പിടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഓൾവേസ് അതങ്ങനെയാണ്. അത് പിന്നെ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മിഡിലൊരു ഡൈവിങ് ഉണ്ടായ സമയത്ത് റഫറി പ്രോപ്പർ കണ്ടൊരു കാര്യമാണത്. അത് വാർ ചെക്ക് ചെയ്ത് സെക്കൻഡ് എല്ലാം കൊടുത്ത് റെഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻറ്റ് ഓഫ് വാർ ഈസ് ഒന്നല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇതിനൊരു പ്രോപ്പർ റൂൾ കൊണ്ടുവരിക. ഇന്ന ഡിസിഷൻസിൻ്റെ സമയത്ത് അത് സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സമയത്തൊന്നും വാർ ചെക്ക് ചെയ്യാതെ ഇതേമാതിരി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് അത് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇപ്പം എന്താ ഈ ക്രൂഷ്യൽ റോളാണ് അവിടെ വഹിച്ചത്. ഓക്കെ, ഇങ്ങനത്തെ ഇത് വളരെ റെയർ ആയിട്ടുള്ള തിങ്ങാണ് മിഡിൽ പിച്ചിൽ ഡൈവിംഗ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സിമുലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് വിൽ ഹാപ്പൻ വെൻ, എപ്പോൾ മാത്രമേ ഈ ഒരു റെയർ പരിപാടി നടക്കുള്ളൂ. ഇറ്റ്സ് എ ട്രൂ റിയാലിറ്റി. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിനെക്കുറിച്ച് ഇനി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ ഒരു പരിപാടി കഴിഞ്ഞതോടുകൂടി പിന്നെ ഈ എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ പോയി. പിന്നെ 10 പേരായി ചുരുങ്ങി. എംബോളോ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നല്ലപോലെ കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ചങ്ങായി പോയപ്പോൾ അവരുടെ അറ്റാക്ക് പോയി. അത്രയും നേരം നല്ലൊരു ബ്രില്യൻ ഒഫൻസീവ് കളിച്ചുകൊണ്ടിരുന്ന സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞത് പിന്നെ ഒരു ഡിഫൻസീവ് കളിയായി മാറി. സ്വിറ്റ്സർലൻഡ് മോനെ പിടിച്ചത് 90 മിനിറ്റ് വരെ. ഞാൻ വിചാരിച്ചു ആ 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അർജന്റീന ഗോൾ സ്കോർ ചെയ്ത് അവർ കളി തീർത്ത് പോകുമെന്നുള്ളതാണ്. കാരണം അർജന്റീന വാസ് അറ്റാക്കിങ്. പക്ഷേ അവരുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഡിഫൻസ് വളരെ പ്രോപ്പറായിട്ട് അത് എടുത്തു. പിന്നെ പൊസഷനൊക്കെ പിന്നെ അവർ സ്വിറ്റ്സർലൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു, നേരെ അർജന്റീനയുടെ കയ്യിലോട്ട് കിട്ടി. അവർ പിന്നെ പിന്നെ പറയണ്ടല്ലോ, മെസ്സി ഉണ്ട് അവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഉള്ളി ക്രിയേറ്റീവ് ആയിട്ടുള്ള ബോൾ ഇട്ട് കൊടുക്കും, അടിക്കുക എന്നുള്ളത്. പിന്നെ 80ാമത്തെ മിനിറ്റിൽ ലൗത്തറോ മാർട്ടിനസിനെയൊക്കെ ഇറക്കി. അപ്പോൾ മെസ്സി, മാർട്ടിനസ്, അൽവാരസ് അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ, അൽമാഡ അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ ഗ്രൗണ്ടിൽ. ഓക്കെ, ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് ഒരുമിച്ച് കളിക്കുന്നത്. അത്രയും സിറ്റുവേഷൻ സ്വിറ്റ്സർലൻഡ് പോലത്തെ ഒരു ടീമിനെതിരെ ഇങ്ങനെ സ്ട്രഗിളിംഗ് ആണ്. ഒരു റെഡ് കാർഡ് വേണ്ടി വന്നു അർജന്റീനക്ക് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് ഇല്ലായ്മ, അതാണത് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കുറേ 8-10 ഷോട്ട് അതിന് ശേഷം വന്നു. പക്ഷേ അതൊന്നും ഗോളാക്കാൻ പറ്റില്ല. പിന്നെ എക്സ്ട്രാ ടൈമിലോട്ട് കളി, എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫിൽ യൂലിയൻ അൽവാരസിൻ്റെ ഒരു ബുള്ളറ്റ് ഷോട്ട്, അതൊരു കിഡിലൻ ഷോട്ടാണ്. എത്ര 80 എത്ര km/h അത്രയും സ്പീഡിലാണ് ആ ഒരു ബോൾ പോയത്. ബോൾ പോയി. യൂലിയൻ അൽവാരസിൻ്റെ ഈ സീസണിലെ ഫസ്റ്റ് വേൾഡ് കപ്പ് ബോൾ വെറുത്ത സാധനമാണ്. അടിപൊളി ഗോൾ. അതിലങ്ങോട്ട് 2-1 സ്കോറിന് ലീഡ് കിട്ടി. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സീൽ ചെയ്തു സ്വിറ്റ്സർലൻഡ് തോറ്റു എന്നുള്ളത്. പക്ഷേ സ്വിറ്റ്സർലൻഡ് വാട്ട് സ്റ്റിൽ ട്രൈ. അവർ പിന്നെയും ട്രൈ ചെയ്തു. ഡേഞ്ചറസ് ആയിട്ടുള്ള 1-2 സിറ്റുവേഷൻസ്, ഗ്രാൻഡ് സാക്കൻ്റെ നല്ലൊരു ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു, 1-2 നല്ല ഹെഡുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടന്നു. പക്ഷേ അതൊന്നും വർക്കായില്ല. പിന്നെ ഒരു ബോൾ അർജന്റീന കിട്ടിയ സമയത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്തു. അതൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു മെസ്സിക്ക്. പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത സമയത്ത് ലൗത്താറോ മാർട്ടിനസിന് റിബൗണ്ടിലൊരു ബോൾ കിട്ടിയ സമയത്ത് പുള്ളി ഷോട്ട് അടിച്ചു. അങ്ങനെ 120ാമത്തെ മിനിറ്റിൽ ലൗത്താറോ മാർട്ടിനസും കൂടി ഒരു ഗോൾ സ്കോർ ചെയ്തു. ആദ്യത്തെ ഓപ്പൺ പ്ലേ ഗോളാണ് ലൗത്താറോൻ്റെ ഈ സീസണിലെ. ഗെയിം അങ്ങോട്ട് സീൽ ചെയ്തു. അർജന്റീന വാസ് ക്വാളിഫൈഡ് ടു സെമി ഫൈനൽ. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് വിൽ ബി ദ സെമി ഫൈനൽ വന്ന്. പിന്നെ ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആയിരിക്കും 2ാമത്തെ സെമി ഫൈനൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മാച്ചിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് റെഡ് കാർഡ് പ്ലേഡ് എ വെരി ക്രൂഷ്യൽ റോൾ. എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ലോകമണ്ടത്തരം കാണിച്ചു, ചോദിച്ചു മേടിച്ച റെഡ് കാർഡ്. റഫറി ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ റെഡ് കാർഡ് കൊടുത്തു. ഓക്കെ, എനിക്കങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. സോ സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ അതവിടെ പ്രോപ്പർ ഡിസേവിങ് ആണ്. ആ ചങ്ങായി അവിടെ പ്യുവർ ഡിസേവിങ് ആണ്. അവൻ ആ റെഡ് കാർഡ് കിട്ടിയാൽ യാതൊരുവിധ ഇതുമില്ല, പ്രോപ്പർ സിമുലേഷൻ തന്നെയാണ്. അതിലൊന്നും യാതൊരുവിധ സംശയമില്ല. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.